2001 മുതൽ അവർക്ക് പരസ്പരം അറിയാം. ഈ സെന്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 2001 മുതൽ എന്ന് പറയുന്നുണ്ട് അല്ലേ, ഒരു സ്പെസിഫിക് ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അവർക്ക് അറിയാം. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും അതിൻ്റെ ഇഫക്റ്റ് ആണെങ്കിൽ ഇപ്പോഴും നടന്നൊരു കാര്യത്തിന് നമുക്ക് എങ്ങനെ പറയാം? പ്രസന്റ് പെർഫെക്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസിനെ നമുക്ക് they have known each other. They have known each other. അപ്പോൾ ഹാവ് കഴിഞ്ഞിട്ട് നമ്മൾ നോൺ എന്ന് പറയുന്നത് V3 ആണ്, നോയിൻ്റെ V3 ഫോം ആണ്. അപ്പോൾ they have known each other since 2001. ഇവിടെ സെൻസ് യൂസ് ചെയ്തത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇയറാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ സെൻസ് യൂസ് ചെയ്തത്. ഇനി ഇവിടെ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി പറയാമല്ലോ, അതാണല്ലോ ആ ടെൻസ്. അപ്പം അത് നമുക്കിവിടെ പറയാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് നോ എന്നുള്ള വേർബ് ഉള്ളതുകൊണ്ടാണ്. നോ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റീവ് വേർബാണ്. ഓക്കെ, അതൊരു അവസ്ഥേനെ കാണിക്കുന്ന തരത്തിലുള്ളൊരു വേർബാണ്. അതിൻ്റെ കൂടെ നമുക്ക് ING ഫോം ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, നോ, റിമെമ്പർ, അങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ING ഫോം ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ്ലി പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് ദേ ഹാവ് നോൺ ഈച്ച് അതർ സിൻസ് 2001. താങ്ക് യു. English Mithra. Stop worrying, start learning.